താൻ പാതി ദൈവം പാതി നല്ലോടോ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറപ്പാ, എനിക്കുള്ളത് ദൈവം എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുതരും. ആര് കമ്മീഷണറോ വരണം ഇരിക്കണം? അത് ഇവിടെ പറഞ്ഞതടോ, നമ്മുടെ ഒരു സുഹൃത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ ഞാൻ തന്നെ ഉടനെ അങ്ങോട്ട് വിളിക്കാം. എൻ്റെ തലയ്ക്ക് പിന്നിലും കണ്ണുണ്ടെന്ന് കമ്മീഷണർക്ക് ഇപ്പൊ സംശയമുണ്ടല്ലേ? ഒരു സംശയമില്ല. തലയ്ക്ക് പിന്നിൽ മാത്രമല്ല, ഗുണശേഖരന്റെ ശരീരത്തിന് ചുറ്റുമുണ്ട് കണ്ണും കൊമ്പും കോമ്പലും എല്ലാം. പക്ഷേ മനുഷ്യന്റെ ശവം തിന്നുന്ന ഗുണശേഖരന്റെ ചീഞ്ഞളിഞ്ഞ കണ്ണുകൾ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. വിഡ്ഢിയായിട്ട് അഭിനയിച്ച് മനുഷ്യനെ പറ്റിക്കുന്ന താനൊരു രക്തരക്ഷസാണ്. മനുഷ്യരക്തം കുടിക്കുന്ന രക്തരക്ഷസ്. പറടാ, ആറ്റു ആന്റണിയും കുടുംബത്തെ നീ വെട്ടിയെറിഞ്ഞ എന്തിനാണ്? പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കുത്തുനുറുക്കി നീ സംഹാര താണ്ഡവമാടിയത് എന്തിനാണ്? പവിത്രമായ ഗാന്ധി സേവാ സദനത്തിൽ വന്നുകൊണ്ട് തെമ്മാടിത്തരം പറയുന്നു. ഇന്ന് ഗാന്ധി ജയന്തി ആയിരുന്നു നിന്റെ ഭാഗ്യം. ആ മഹാത്മാവിനെ ഓർത്ത് ഞാൻ ക്ഷമിക്കാം. കടന്നു പോടാ ഓർത്ത്. നിന്നെ പോലെയുള്ളവർ ഭരിക്കുന്ന ഈ നാടിന്റെ രാഷ്ട്രപിതാവാകേണ്ടി വന്ന മഹാനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. ഗോപകുമാർ, ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ മൈ ഡിയർ ഹോണറബിൾ മിനിസ്റ്റർ. പൊതുജന സേവനമെന്ന നാടകം കളിച്ച് നീയും നിന്റെ സുഹൃത്ത് മന്ത്രി അവറാച്ചനും കൂടെ കട്ട് മുടിച്ചത് ഈ സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിനേക്കാൾ വലിയൊരു തുകയാണ്. പണം കുമിഞ്ഞുകൂടിയപ്പോ നിന്നിലുള്ള ക്രിമിനൽ സടകുടഞ്ഞെഴുന്നേറ്റു. അങ്ങനെ ആന്റണിയുടെ ബംഗ്ലാവിൽ ആ തുക മുഴുവൻ അടിച്ചു മാറ്റാൻ നീ തീരുമാനിച്ചു. നിനക്ക് തുണയായി കേരളത്തിലെ അതിപ്രഗത്ഭനായ പോലീസ് മേധാവിയും. അവിടെ ഇരിക്കുന്ന കാശിൽ 10-50 കോടി ഹാവറാച്ചന്റെ കാണത്തുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ ഈ ഉള്ളവൻ നാട്ടുകാരെ കൊങ്ങയ്ക്ക് പിടിച്ചുണ്ടാക്കിയതാ. ചേട്ടനും അനിനും കൂടിയാന്ന് കമ്മിയാണ്ടില്ല. ഗുണശേഖരന്റെ ഗുണം അവരറിയും. മിനിസ്റ്റർ ടെൻഷൻ അടിക്കാതെ, ഇരു ചെവി അറിയാതെ ഞാൻ പറഞ്ഞ പണി ചെയ്ത കാശ് മുഴുവൻ കൈ ഇരിക്കുകയും ചെയ്യും. അവറാച്ചനോട്ടുള്ള ബന്ധം അങ്ങോട്ട് പോകത്തുമില്ല. സമ്പാദ്യം കുമിഞ്ഞു കൂടും തോറും എനിക്ക് സംശയം തോന്നി തുടങ്ങിയതാ. ആ കാശ് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നു. CS-ന്റെ കൊച്ചുമകളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ആൻ്റപ്പനും കുടുംബവും എന്തായാലും പോയിരിക്കും. അങ്ങനെ പോയാൽ അന്ന് തന്നെ സംഗതി നടപ്പാക്കുന്നു. പക്ഷേ താനും എൻ്റെ ഒപ്പം വേണം. ഞാൻ വെളിയിൽ നിന്ന് എല്ലാ സെറ്റപ്പും ചെയ്തു തരാം. രാജൻ മിനിസ്റ്ററോടൊപ്പം കാണും. ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്നേ. അവറാച്ചന് പരസ്യമായിട്ട് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പോലും പറ്റില്ലല്ലോ, കള്ളപ്പണമല്ലേ. പിന്നൊരു കാര്യം, സംഗതി നടന്നു കഴിയുമ്പോ എന്നെ മറന്നേക്കരുത്. ഞാൻ മറക്കില്ലോടോ ഗോമസേ. തനിക്കും തരും ഞാൻ 5 കോടി. വാരി നിറക്കണം മുഴുവനും.
കത്തി ഇതാര് പറഞ്ഞു നിന്നോട്? ഗുണശേഖര, നിധി കാക്കുന്ന ഭൂതത്തെ പോലെ നിന്റെയൊക്കെ പണം സൂക്ഷിച്ചൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നോട് എന്തിനാണ് ഇത്? കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യുന്നു. വഞ്ചനയും ക്രൂരതയും മാത്രം കൈമുതലാക്കിയ നീ 5 കോടി രൂപ വാഗ്ദാനം ചെയ്ത് അഡീഷണൽ DGP ഗോമസിനെ വശത്താക്കി. എന്നിട്ട് നിന്റെ ആത്മസുഹൃത്തായ അവറാച്ചനെ കൊണ്ട് തന്നെ അയാളുടെ അനുജന്റെ ശവം ചുമപ്പിച്ച് നീ മുകളിൽ കിടത്തി. നിനക്ക് വേണ്ടി ഗോമസ് കൊച്ചുകുട്ടനെ വിലക്കെടുത്തു, എന്നിട്ട് അവനെ കൊല്ലിച്ചു. നാട് മുഴുവൻ ഇളകി മറിയുമ്പോഴും ബഹുമാന്യനായ മന്ത്രി തിരശ്ശീലയ്ക്ക് പിന്നിൽ അതിസമർത്ഥമായി നാടകം കളിച്ചു. ഒടുവിൽ കള്ളി വിളിച്ചെത്താവെന്ന് അറിഞ്ഞപ്പോ നിന്റെ എച്ചിൽ നിന്ന് വളർന്ന ഈ പോലീസ് നായയെ കൊണ്ട് തന്നെ നീ ഗോമസിനെയും കൊല്ലിച്ചു. നിന്നെപ്പോലെ ഒരുത്തനെ ഈ രാമനാഥൻ നേരിട്ട് നിയമത്തിന് വിട്ടുകൊടുക്കില്ല. ഒരു പോലീസ് പടയോടുകൂടി വന്ന് നിന്നെ അറസ്റ്റ് ചെയ്തിട്ട് പോകാൻ എനിക്കാവും. പക്ഷേ തൊട്ടുപുറകെ ഈ രാജ്യത്തെ മുന്തിയ ഭരണാധികാരികളും പോലീസ് മേധാവികളും കോടികളുള്ള നിന്നെ രക്ഷിക്കാൻ എത്തുമെന്ന് എനിക്കറിയാം. മിടുക്കൻ, മിടുമിടുക്കൻ. നീ രാക്ഷസനും രാമനും മനുഷ്യനും മക്ക കൂടി ചേർന്ന് കലിക്ക്. പക്ഷേ 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധി IPS ചേർച്ച നിന്റെ തലക്കില്ലടാ കമ്മീഷണറെ. തേങ്ങ മോച്ചി ചേർന്ന ഗുണശേഖരൻ ഇവിടെ വരെ എത്തി. MLA ആയി, മന്ത്രിയായി, കോടീശ്വരനായി. തെക്കന്റെ വാശിയായിരുന്നു, പകയായിരുന്നു. പണം മാത്രമാണ് എന്റെ ഈശ്വരൻ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ആരെയും കൊല്ലും. നിനക്കൊരു പുല്ലും ചെയ്യാൻ പറ്റടാ. കാണോ നിനക്ക് ഗുണശേഖരന്റെ ബുദ്ധി? പേടിക്കണ്ട, നിന്റെ കുഞ്ഞ് താമസിക്കുന്ന അനാഥാലയത്തിലേക്കാ. അവനൊന്ന് കൊടുത്തേൻ. അവന്റെ ബോസ് ഇവിടെ നിൽപ്പുണ്ടെന്ന് പറ. നിന്റെ മറ്റവനാ സംസാരിക്ക. സാറേ, ഞാൻ അപ്പുവാ. ഞങ്ങളൊക്കെ കെട്ടിയിട്ട് ഇവിടെ ഓർഫനേജിൽ ബോംബ് വെച്ചിരിക്കുക. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങള്. സാറെന്തൊന്നും മിണ്ടാത്തെ? സാറേ, സാറേ. എന്തു പറയുന്നു കമ്മീഷണറെ? ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്നവനാ ഗുണശേഖരൻ. നിനക്ക് എന്നെ വേണോ അതോ നിന്റെ പ്രിയപ്പെട്ടവരെ ജീവൻ വേണോ? 10 മിനിറ്റിനകം ആ ബോംബ് പൊട്ടും. നിന്റെ ഓർഫനേജ് ചാരമാകും. അതിനുള്ളിൽ നിന്റെ ജീവനായ അമ്മുമോളും നീ ഓമനിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളും പിന്നെ സർവരും ബന്ധുവരിക്കും. അത് സഹിക്കാൻ കഴിയോ നിനക്ക്? ഇല്ലെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ സഹായിക്കാം, എന്നെ രക്ഷപ്പെടാൻ അനുവദിച്ചാൽ. പകരം നീ സ്നേഹിക്കുന്നവരെ ജീവൻ മാത്രമല്ല, നീ ആവശ്യപ്പെടുന്ന കോടികളും ഗുണശേഖരൻ തരും. എന്തു പറയുന്നു? എനിക്ക് രക്ഷപ്പെടാവോ? മൗനം സമ്മതമെന്ന് കരുതി ഞാൻ പോകുന്നു. താങ്ക്സ് രാമനാഥ, താങ്ക്സ്. നോ, നിന്നെ ഞാൻ വിടില്ല. എന്റെ മോളെ അവളുടെ അമ്മയുടെ അടുത്ത് പരലോകത്ത് വെച്ച് ഞാൻ കണ്ടോളാം. എന്നാലും നീ രക്ഷപ്പെടാൻ പാടില്ല. രക്ഷപ്പെട്ടാൽ ഈ നാട്ടിൽ ഈ നിരവധി കുഞ്ഞുങ്ങൾ അനാഥരാവും.
അച്ഛനില്ലാത്തവരാവും. ഭരണാധികാരിയുടെ വേഷമണിഞ്ഞ് പ്രജകളെ മുഴുവൻ നിർദ്ദയം കൊന്നെടുക്കുന്ന നിന്നെപ്പോലൊരു ക്രിമിനലിനെ കൊന്നിട്ട് ഞാനും എന്റെ മോളും എന്റെ കുടുംബവും എല്ലാം നശിച്ചോട്ടെ. നിന്നെ മതി എനിക്ക്. രാമനാഥൻ IPS സിറ്റി പോലീസ് കമ്മീഷണർ. നീ രാക്ഷസനാണല്ലോ പുല്ല്. അപ്പൊ ഞാൻ പോട്ടെ അപ്പുക്കുട്ട. ഇനി 5 മിനിറ്റേ ഉള്ളൂ ഇത് പൊട്ടാൻ. അതിനു മുമ്പ് എനിക്ക് ഗാന്ധി സേവാ സദനത്തിലെത്തണം. അവിടെ നിന്റെ ദൈവം രാമനാഥനെ എനിക്ക് സമാധിയിരുത്തണം. ഞങ്ങളെ വേണേ കൊന്നോ, ഈ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടൂടെ? ഇല്ല, അവനോടൊപ്പം അവന്റെ ജീവന്റെ ജീവനായ എല്ലാം നശിക്കണം. എങ്കിലേ ഇബ്രാഹിമിന്റെ പക തീരൂ. ഓക്കെ, ഗുഡ് ബൈ. സുഖമരണം നേരുന്നു.
നിന്റെ ഭാര്യ മാത്രമല്ല, ഇപ്പൊ നിന്റെ കുഞ്ഞിനെയും ചുട്ടി ഞാൻ ചാമ്പലാക്കി. ഇനി എനിക്ക് നിന്നെ വേണം. അവനെ വിടരുത്, അവനെ പിടിച്ചോ. എന്താണ് താൻ ഈ കാണിച്ചേ? രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരെ തനിക്കൊല്ലാനാണ് എനിക്ക് IPS തന്നിരിക്കുന്നത്. അല്ലടോ, രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരെയും ഈ നാട്ടിലെ ജനങ്ങളെയും സേവിക്കാനാണ്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ജനദ്രോഹികളും കുറ്റവാളികളുമായ മന്ത്രിമാരെ രക്ഷിക്കാൻ IPS പറഞ്ഞിട്ടില്ല. തന്റെ അനിയനെയും കുടുംബത്തെയും വെട്ടി നുറുക്കിയവനാണോ ഈ കിടക്കുന്നത്? കോട്ടയം ചന്തയിലെ കൂലിത്തൊഴിലാളിയായിരുന്ന അവറാച്ചനും കാൽക്കാച്ചന് ഗതിയില്ലാതെ തേങ്ങാമോട്ടിച്ച് നടന്ന ഗുണശേഖരനും ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാണ്. ഇവന്മാർക്ക് എവിടെ നിന്ന് കിട്ടി ഈ പണം? ഉടുതുണിയില്ലാത്തവന് സ്വന്തം മേൽമുണ്ടൊരിഞ്ഞു കൊടുത്ത ഈ മഹാത്മാവിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ കപട നാടകം നടത്തുന്ന നിന്നെ പോലെയുള്ളവരെ എന്ന് ജനം തിരിച്ചറിയുന്നു, അന്നേ ഈ നാട് നന്നാവൂ. വേണ്ട, നോ, അടുക്കരുത്, കൊല്ലും ഞാൻ. നോ, വേണ്ട രാമനാഥ, വേണ്ട, അബദ്ധം കാണിക്കരുത്. ഡോണ്ട് മൂവ്.